ഈ വർഷം ഇവിടെ കടന്നു വരുവാൻ ഇടയായതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. I'm so glad that this year also I was able to come here to this place. ഞാൻ വളരെ ചെറുപ്പത്തിലെ പാട്ട് പാടുന്ന ഒരാളായിരുന്നു. From very young age I used to sing songs. പക്ഷേ എൻ്റെ പാട്ടിനൊരു ചെറിയ കുഴപ്പമുണ്ടായിരുന്നു. But my songs had a little problem. ഞാൻ ജനിച്ചപ്പോൾ തന്നെ എനിക്ക് നാക്കിനൊരു കെട്ടോടുകൂടിയാണ് ഞാൻ ജനിച്ചത്. I had a bondage on my tongue. ടങ് ടൈ ആയിരുന്നു. ടങ് ടൈ എന്ന് പറയും. Tongue tie. I was tongue tied. ചെറുപ്പത്തിൽ എനിക്ക് നല്ല മാർക്കറ്റാണ്. കാരണം ഞങ്ങളുടെ വീട്ടിലെല്ലാവരും കൂടുമ്പോൾ ഞാൻ വർത്താനം പറയുന്നത് കേൾക്കാൻ എല്ലാവരും കൂടും. So from a very young age when I was talking, everybody will come together just to listen to me. അത് ഞാൻ വിചാരിച്ചത് എൻ്റെ മിടുക്ക് കൊണ്ടായിരിക്കും എന്ന് ഞാൻ അന്ന് കരുതി. But anyway, I thought it was of my credit. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്നെ അതൊരു കളിയാക്കുന്ന പരുവത്തിലേക്ക് ആ കാര്യങ്ങൾ മാറി. But after some time I came to know that they were teasing me. അപ്പം ഞാൻ ഈ പാട്ട് പാടുകയും ചെയ്യും. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പാടും, സമ്മാനമൊക്കെ കിട്ടും. പക്ഷേ എൻ്റെ ഈ ടങ് ടൈ ഒന്നും ആരും അന്നേരം ശ്രദ്ധിക്കുന്നില്ല. When I was singing songs in school, I used to get presents and I used to get gifts, but nobody came to know about that stuttering. പക്ഷേ ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴത്തേക്കിന് യൂണിവേഴ്സിറ്റിയിലൊക്കെ സമ്മാനം മേടിച്ച് പിന്നെ പ്രൊഫഷണൽ ടീമുകളിലൊക്കെ പാടാൻ തുടങ്ങി. But later I started singing in professional teams. അപ്പോൾ എൻ്റെ വീട്ടിലെ ചില പ്രശ്നം, എൻ്റെ അപ്പൻ നല്ല ബുദ്ധിയുള്ള ആളാണ്. My father is a very intelligent person. ഞങ്ങൾ 4 മക്കളാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറയും, മോനെ നിനക്ക് ഈ പാട്ട് പാടുന്നതിന് ചെറിയ ഈ കംപ്ലൈൻറ്റും വെച്ചോണ്ട് നീ പാടാതിരിക്കുന്നത് നല്ലത് എന്ന് എന്നോട് പറയും. He used to generally advise me, son, it's better if you don't sing these songs. പക്ഷേ എനിക്ക് ഈ പാട്ട് പാടാനുള്ള ഭയങ്കര ആഗ്രഹം കാരണം ഞാനിത് പോയി പഠിക്കും. പിന്നെ ഞങ്ങളുടെ ചർച്ചിൽ, ഞാനൊരു കാത്തലിക് ബാക്ക്ഗ്രൗണ്ട്, എൻ്റെ ചർച്ചിൽ എൻ്റെ അച്ഛൻ എന്നെ കണ്ടമാനം സഹായിച്ചു. I am from a Catholic background, so the priest there really helped me. ഞാൻ 5 വർഷത്തോളം ഒരു നല്ല ഒരു ടീച്ചറുടെ അടുത്ത് നിന്ന് മ്യൂസിക് പഠിച്ചു. 5 years I trained with a teacher. എന്നെ അതിനൊക്കെ വിട്ടതും എന്നെ പഠിപ്പിച്ചതും എൻ്റെ സഭയിലെ പ്രധാനപ്പെട്ട ഒരു അച്ഛൻ GT ഊന്നുകല്ലിൽ എന്ന് പറയുന്ന ഒരു അച്ഛനായിരുന്നു. Father GT ഊന്നുകല്ലിൽ was the priest who really encouraged me. അദ്ദേഹം വലിയ കമ്പനികൾക്കൊക്കെ വേണ്ടി പാട്ട് എഴുതുന്നയാളാണ്. He was a person who used to write songs for companies. എന്നെ വളരെയധികം അദ്ദേഹം ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ഞാൻ ഈ മ്യൂസിക് പ്രോഗ്രാമിന് പാടുന്നുണ്ട്. ഇനി ഒരു പാട്ട് പാടി ഒരു ജീവിതം നയിക്കാനായിട്ട് എനിക്ക് പറ്റുമെന്ന് ആരും അങ്ങനെ വിചാരിച്ചിരുന്നില്ല. But still, no one thought I would be able to make a career out of my singing. പക്ഷെ ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിരുന്നു. ഞാൻ അതിനു വേണ്ടി കത്തോലിക്കനായിരുന്നാലും ഞാൻ ദൈവത്തോട് ദൈവമേ എന്നെ അതിന് ഉപയോഗിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. I used to pray to my God, Lord help me to sing. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരിക്കലും ഒരു മ്യൂസിക് പ്രോഗ്രാം, ക്രിസ്ത്യൻ മ്യൂസിക് പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ഞങ്ങളുടെ അച്ഛൻ പാട്ട് എഴുതുകയാണ്. So there was this Christian music program in our place and father was writing a song. അതിൻ്റെ ഒരു അവതരണ ഗാനം, തുടക്കത്തിലുള്ളൊരു പാട്ട്, അത് ഞാൻ പാടണം, അത് അച്ഛൻ എഴുതുക. So the introduction song was the priest would write it and I would sing it. എൻ്റെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് പറയുമ്പോൾ ഈ റാ എന്ന് പറയുന്ന മലയാളത്തിൽ 56 അക്ഷരമുള്ള ഒരു പ്രത്യേക ലാംഗ്വേജാണ് മലയാളം. ഭയങ്കര ഫാസ്റ്റായിട്ട് സംസാരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രത്യേകതയുള്ള ഒരു ഭാഷയാണ് നമ്മുടെ മലയാളം. ഈ റാ അറിയാമല്ലോ, അതെനിക്ക് പറയാൻ പറ്റത്തില്ല, ഇപ്പോഴും എനിക്ക് പറ്റുന്നില്ല. അത് പറഞ്ഞുകൊണ്ടോ നിങ്ങൾക്ക് Malayalam is a very complicated language with 56 alphabets and there is this alphabet Ra which I couldn't pronounce that time or even now. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ പാട്ടുണ്ടാക്കുമ്പോഴത്തേക്കിന് ഈ റാ കുറച്ചുള്ള പാട്ടുകൾ എഴുതണം. അപ്പം അത് തന്നെയല്ല, ഞാനിപ്പോൾ ഒരു ഗാനമേളയ്ക്ക് പോയി പാടുമ്പോഴത്തേക്കും ഞാനത് വായിച്ച് നോക്കിയിട്ട് റാ ഒത്തിരിയുള്ള പാട്ടുകളൊക്കെ ഈ ലാൻഡിങ് നോട്ടൊക്കെ പാടി വന്ന് നിൽക്കുന്ന അതൊക്കെ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നത് റായൊക്കെ കൊണ്ട് വലിയ പാടാം, എനിക്ക് പാടാം. So I told the priest, Father, please, if you can exclude this Ra from the songs or you at least cut it short. Even now I have trouble when songs sustain with Ra or end with Ra. കുറേ കഴിഞ്ഞപ്പോഴത്തേക്കിന് അച്ഛൻ പാട്ട് എഴുതി ഞങ്ങളുടെ മ്യൂസിക് ഡയറക്ടർ പാട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ ചെന്നു ഈ പാട്ടൊന്ന് കാണാനായിട്ട് അച്ഛൻ എങ്ങനെ എഴുതിയിരിക്കുന്നതെന്ന് അറിയാൻ. Later I went to the priest just to see the song, how the priest has written the song.
അദ്ദേഹം അറിവിൻ നിറവേ കനിവിൻ നിറവേ കലയുടെ കലവറയെ നിറപറയും നിറമാല്യങ്ങളുമായി നിന്തിരു മുമ്പിൽ നിൽപ്പു നിറഞ്ഞ മിഴികളുമായി ദേവ തിരുമിഴി നീ തുറക്കൂ റാ വെച്ച് കംപ്ലീറ്റ് പാട്ട് 24 ലൈനിലും റാ തന്നെ വെച്ച് പാട്ടെഴുതി. As you just said, 24 lines were full of ras. എനിക്ക് വിഷമം, ഞാൻ അച്ഛനോട് വഴക്ക് പിടിച്ചു. അച്ഛൻ പറഞ്ഞാൽ നീ അതങ്ങ് പാടിയാൽ മതി, വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞു. I went and fought with the priest, but he said, no problem, you just go ahead and sing. ഇതിനകത്ത് വലിയൊരു അത്ഭുതം പറയാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. I tell this just to tell you a great miracle God worked. എപ്പോൾ പാടാൻ കയറിയിരുന്നാലും എനിക്ക് ഈ തോന്നൽ എൻ്റെ മനസ്സിൽ വരും, എൻ്റെ പാട്ട് ശരിയാകത്തില്ല, എനിക്കിങ്ങനെ പ്രൊനൗൺസിയേഷൻ ശരിയല്ലല്ലോ, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു ഞാൻ. Whenever I used to sing at those times, I would always speak to myself that I would not be able to sing. ഞാൻ 1978 ജൂലൈ മാസം 14 രക്ഷിക്കപ്പെടുന്നത്. In 78 July 14th was the date I got saved. അതിനുശേഷം ക്യാമ്പസ് ക്രൂസൈഡ് എന്ന് പറഞ്ഞ ഓർഗനൈസേഷനിൽ പോയി അവിടെ ഹാർട്ട് ബീറ്റ്സ് എന്ന് പറഞ്ഞ ടീം അവർ ആരംഭിക്കുകയാണ്. അതിൻ്റെ മുഖ്യ ഗായകനായിട്ട് എന്നെ അവർ സെലക്ട് ചെയ്ത് കൊണ്ടുപോയിരിക്കുക. Campus Crusade started a Heartbeats, a team, musical team, and they selected me as the chief singer. അപ്പം ഞാൻ അവിടെ പാടുമ്പോൾ ഇന്ത്യയിലെ എല്ലാ ലാംഗ്വേജുകളിലും പാടണം, സബ്സ്റ്റിറ്റ്യൂട്ട് ഒന്നുമില്ല, നമ്മൾ പോയി പഠിച്ച് പാടണം എന്നോട് പറഞ്ഞു. ഞാനത് ചെയ്യാമെന്ന് പറഞ്ഞു. So they told me that there won't be any substitute, you have to sing every song in every language in India. And I agreed with them. എനിക്ക് വളരെ സന്തോഷത്തോടെ എൻ്റെ കുറവ് ഞാൻ ആരോടും പറയാതെ ഞാൻ ബംഗാളിൽ പോയി, കൽക്കട്ടയിൽ പോയി നിന്ന് പഠിച്ചു. ഇവരുടെ ഹൈദരാബാദിൽ പോയി എന്നെ അവിടുത്തെ നല്ലൊരു മ്യൂസീഷ്യനാണ് എന്നെ ഇവരുടെ തന്നെ 10-20 പാട്ടുകൾ ഞാൻ പാടുന്നുണ്ട്. അതുപോലെ ഗുജറാത്തി, മറാത്തി, ഇതൊന്നും പറയാൻ പോലും എനിക്ക് മലയാളത്തിൽ അറിയത്തില്ല. പക്ഷേ എൻ്റെ ടങ് ടൈ ഈ ലാംഗ്വേജ് എല്ലാം പറയാൻ വളരെ സ്യൂട്ടബിളായി തീർന്നു. God helped me to use my tongue tie to sing all these songs in Gujarati, Marathi, and all the rest of the place. ഉറുദു നമുക്ക് ശരിക്കും പറയാൻ പറ്റത്തില്ല. We can't speak Urdu very well. ഞാൻ ഉറുദു എന്ന് പറയുന്നത് അവർ പറയുന്നതിലും പെർഫെക്റ്റ് ആയിട്ട് എൻ്റെ ടങ് ടൈ കൊണ്ട് ഞാൻ പറയുന്നത്. I use my tongue tie, and my tongue tie is used to correctly pronounce the word Urdu. വാസ്തവത്തിൽ ദൈവം എത്ര വലിയവനാണ്. How great is our God. നിസ്സാരനായ ഒരു മനുഷ്യനെ ദൈവത്തിന് ഉപയോഗിക്കാനായിട്ട് പറ്റും. God is using a simple person for his. നമ്മൾ അത് പുസ്തകത്തിൽ വായിക്കുമ്പം മോശയുടെ കാര്യം, മോശ വിൽക്കാനായിരുന്നു എന്നൊക്കെ നമ്മളതങ്ങ് വായിച്ച് തള്ളത്തേ ഉള്ളൂ. നമ്മുടെ അനുഭവത്തിൽ അത് വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ വേദനയും അതിൽ ദൈവം ചെയ്യുന്ന നന്മ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. We often read through the verses of Moses had a heavy tongue, but when it comes to our experiences, when we know that greatness of God. നമ്മുടെ വേദനകൾ വരുമ്പോൾ നമുക്ക് നമ്മൾ ഓർക്കും ഇത് എൻ്റെ വേദനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. When we have pain, we often think my pain is the biggest pain in the earth. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ വേദന എങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വേദനയായി തീർന്നത്? How did Jesus' pain become the greatest pain on earth? യേശുക്രിസ്തു പാപം ചെയ്തില്ലായിരുന്നു. Jesus did never commit a sin. സകല കൂട്ടുകാരും വിട്ടുപോയി. All his friends left him alone. പരിഹസിക്കപ്പെട്ടു. He was mocked. നിന്ദിക്കപ്പെട്ടു. He was insulted. തെറ്റ് ചെയ്യാത്തവനായിട്ട് ശിക്ഷിക്കപ്പെടുകയാണ്. He was innocent, but he was punished. ആളിക്കത്തുന്ന വേദനയോടെ ക്രൂശിൻ ചുമന്നുകൊണ്ട് വഴിയിലൂടെ ചോര ഒലിച്ചുകൊണ്ട് പോയി. When he was bleeding through the pavements of Jerusalem. ഞാനായിരുന്നെങ്കിൽ ഞാനൊരു പാപിയായിരുന്നു എന്ന് പറയാം. I would have said, if I was in his place, I would have said I am a sinner. യേശുക്രിസ്തു പാപം ചെയ്യാത്തവനാണ് അത് ചെയ്തത്. Jesus was not a sinner, but it happened to him. അതാണ് നമ്മുടെ അടുത്ത ഗാനം. That next song speaks on this love. തീരമെവിടെ ഓളങ്ങളെ, ദീപമെവിടെ താരങ്ങളെ, നാഥനെവിടെ മേഘങ്ങളെ. തീരമെവിടെ ഓളങ്ങളെ, ദീപമെവിടെ താരങ്ങളെ, നാഥനെവിടെ മേഘങ്ങളെ.
കണ്ണുനീർക്കടലിൽ വീണു ഞാൻ, മുങ്ങിയും പൊങ്ങിയുമേളയാൻ. കണ്ണുനീർക്കടലിൽ വീണു ഞാൻ, മുങ്ങിയും പൊങ്ങിയുമേളയാൻ. തുഴഞ്ഞു തുഴഞ്ഞു തളർന്നു തകർന്നു തീരമേ വീടേ, ദീപമേ വീടേ, ഇരുളിൽ ദേവാ നീ എവിടെ, 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 തീരമെവിടെ, ഓളങ്ങളെ, ദീപമെവിടെ, താരങ്ങളെ, നാഥനെവിടെ, മേഘങ്ങളെ. ആയിരമായിരമാണ്ടുകൾക്കപ്പുറം ആളുന്ന വേദനയോടെ, ആയിരമായിരമാണ്ടുകൾക്കപ്പുറം ആളുന്ന വേദനയോടെ, ചോരയിൽ മുങ്ങി പാറയിൽ വീണൊര മാനുഷപുത്ര നീയെവിടെ, നീയെവിടെ, തുള്ളിത്തുളുമ്പിയ കൈത്തുണീർക്കാസ ഉള്ളം പിടഞ്ഞു കുടിച്ചു. ഈ വഴി കൈകളിൽ ആണിപ്പഴുതുമായി നീ വരുനാഥ, നീ വരില്ലേ, നീ വരില്ലേ, നീ വരില്ലേ. തീരമെവിടെ, ഓളങ്ങളെ, ദീപമെവിടെ, താരങ്ങളെ, നാഥനെവിടെ, മേഘങ്ങളെ, തീരമെവിടെ, ഓളങ്ങളെ, ദീപമെവിടെ, താരങ്ങളെ, നാഥനെവിടെ.